വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റിലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ടു എ ഹെൽത്തി ബോഡി എന്ന ചാപ്റ്ററാണ്. നമുക്ക് ആ ചാപ്റ്ററിലേക്കൊന്ന് പോകാം. തൈത്തിരീയ ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള അന്നേന ജതാനി ജീവന്തി എന്ന വാക്കാണ് ഇവിടെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടുള്ളത്. ഈ ആപ്തവാക്യം പറയുന്നത് ആഹാരമാണ് ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നതെന്നാണ്. ടേബിൾ 3.1 നോക്കുക. ഫുഡ് ഐറ്റംസ് കൺസ്യൂംഡ് ഓവർ എ വീക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചാർട്ട് നാം തയ്യാറാക്കേണ്ടതാണ്. അതിൽ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള 7 ദിവസങ്ങളിലെ നാം ഉപയോഗിച്ച ആഹാര പദാർത്ഥങ്ങളുടെ ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ നാം തയ്യാറാക്കുന്ന ലിസ്റ്റും നമ്മുടെ സുഹൃത്തുക്കൾ തയ്യാറാക്കുന്ന ലിസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി ക്യാൻ ഫൈൻഡ് differences and similarities in the food consumed by you and your friends. നാമും നമ്മുടെ സുഹൃത്തുക്കളും കഴിച്ച ആഹാരപദാർത്ഥങ്ങളിൽ വളരെയധികം സാദൃശ്യങ്ങളും വൈജാത്യങ്ങളും ഉണ്ടെന്ന് കാണാൻ കഴിയും. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ടേബിൾ 3.2 ആണ്. അതിൽ സം ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അപ്പോൾ പഞ്ചാബ്, കർണാടക, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളുടെ പേരുകളും അവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസും അവിടെ കൃഷി ചെയ്യുന്ന വിളകളുടെ വിവരങ്ങളും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തത് പഞ്ചാബാണ്. പഞ്ചാബിൽ മെയ്സ്, വീറ്റ്, ചിക്പി, പൾസസ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. മെയ്സ്, ഗോതമ്പ്, കടല, കറിക്കടല, ബംഗാൾ ഗ്രാം, പിന്നെ പയറുവർഗ്ഗങ്ങൾ അതൊക്കെയാണ് പഞ്ചാബിൽ കൃഷി ചെയ്തു വരുന്നത്. അവിടുത്തെ ട്രഡീഷണൽ ഫുഡിൻ്റെ കാര്യത്തിൽ വരുന്നത് മക്കി ഡി റൊട്ടി, സർസൻ ഡാ സാങ്, ചോളെ ഭട്ടൂരെ, പൊറോത്ത, ഹൽവ, ഖീർ എന്നിവയൊക്കെയാണ്. അവിടുത്തെ ബിവറേജ് എന്ന് പറഞ്ഞാൽ ലസ്സിയും ചണയും മിൽക്കും ടീയും ഒക്കെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ ലോക്കലി ഗ്രോൺ ക്രോപ്സ് ഉണ്ട്. അതിൽ നിന്നാണ് അത് ഉപയോഗിച്ചാണ് ഇവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസൊക്കെ റെഡിയാക്കുന്നത് അല്ലെ ഉണ്ടാക്കുന്നത്. അവിടെ ഇതിനോടനുബന്ധിച്ച് വളർത്തുന്ന പശുക്കളിൽ നിന്നാണ് കിട്ടുന്ന പാലിൽ നിന്നാണ് ലസ്സിയും ബട്ടർ മിൽക്കും ഒക്കെ അവർക്ക് ലഭിക്കുന്നത്, മിൽക്കും ഒക്കെ ലഭിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ് നോക്കാം, കർണാടക. കർണാടകയിലെ റൈസ്, റാഗി, ഉരാദ്, കോക്കനട്ട് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. റൈസ് അരിയാണ്, റാഗി മുത്താറിയാണ്. അതുപോലെ തന്നെ മ്യൂഡേ, പാല്യ, രസം, റൈസ് എന്നിവയെല്ലാം തന്നെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസാണ്. അവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ലോക്കലി ഗ്രോൺ ക്രോപ്സിൽ നിന്നാണ്. ബട്ടർ മിൽക്കും കോഫിയും ടീയും ആണ് അവരുടെ ബെവറേജസ് ആയിട്ട് വരുന്നത്. മണിപ്പൂരിലാണെങ്കിൽ റൈസ്, ബാംബു, സോയാബീനൊക്കെ കൃഷി ചെയ്യുന്നു. റൈസ്, അരോംബ, ഉട്ടി, അതുപോലെ സിംഗു, കാക്സോയി എന്നിവ അവരുടെ ഫുഡാണ്. ബ്ലാക്ക് ടീ ആണ് അവരുടെ ബെവറേജ്. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, ട്രഡീഷണൽ ഫുഡ് ഓഫ് എനി സ്റ്റേറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദി ക്രോപ്സ് ഗ്രോൺ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളവിനോട് അനുബന്ധിച്ചിട്ടാണ് അവരുടെ ഫുഡ്. അതായത് ആ വിളവിൽ നിന്നാണ് അവർ പ്രധാന ഫുഡ് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ. മണ്ണിൻ്റെ പ്രത്യേകതയും കാലാവസ്ഥയുടെ അവസ്ഥയും അനുസരിച്ചാണ് ഓരോ പ്രദേശങ്ങളിലും വിളകൾ ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിളകൾ ഏതെന്ന് തീരുമാനിക്കുന്നത് ആ പ്രദേശത്തെ മണ്ണിൻ്റെ തരവും കാലാവസ്ഥയും അനുസരിച്ചിട്ടാണ്. നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഹൗ ഹാവ് കുക്കിംഗ് പ്രാക്ടീസസ് ചേഞ്ച്ഡ് ഓവർ ടൈം? Cooking practices, also called culinary practices, have changed over time. Earlier, most cooking was done using chula. Nowadays, most of us cook using modern gas stove. നേരത്തെ നമ്മൾ അടുപ്പ് അല്ലെ ചൂളയിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ മോഡേൺ ഗ്യാസ് സ്റ്റവ് ആണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. Earlier, most of the grinding was done manually using silbata. നേരത്തെ നമ്മൾ അരകല്ലിൽ അരച്ചാണ് സാധനങ്ങൾ, കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അരകല്ലിൽ അരച്ചാണ് മുളകൊക്കെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ഗ്രൈൻഡറാണ്. സിൽബാട്ട എന്ന് വെച്ചാൽ അരകല്ലാണ്, സ്റ്റോൺ ഗ്രൈൻഡർ അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ഗ്രൈൻഡറാണ്. അപ്പോൾ മാറ്റങ്ങൾ വളരെയേറെ വന്നു. ദീസ് ചേഞ്ചസ് മേ ബി ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സാങ്കേതികമായ മാറ്റങ്ങൾ മൂലം, അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ മൂലം ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ മൂലം. അതൊക്കെ കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ.
നാം പഠിച്ച പേജുകളിലെ പ്രധാന പോയിൻറ്റ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു പോകാം. വാട്ട് ഈസ് മെൻ ബൈ അന്നേന ജാതാനി ജീവന്തി? അന്നേന ജാതാനി ജീവന്തി എന്ന് പറഞ്ഞാൽ അന്നം മൂലമാണ് അല്ലെ ആഹാരം മൂലമാണ് ജീവൻ ജാതമാകുന്നത് അല്ലെ ജീവൻ ഉണ്ടാകുന്നത്. ഫുഡ് ഗീവ്സ് ലൈഫ് ടു ലിവിങ് ബീങ്സ് എന്നാണ് ഇതിനർത്ഥം. പേജ് 36 നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുള്ളത് ദർ ഇസ് എ വെറൈറ്റി ഇൻ ദ ഫുഡ് ഈറ്റൺ ബൈ അസ് എന്ന് കാണാം. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം വ്യത്യസ്തമാണ്, വെറൈറ്റിയാണ്. ദെൻ ട്രഡീഷണൽ ഫുഡ് ഓഫ് എനി സ്റ്റേറ്റ് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ദി ക്രോപ്സ് ഗ്രോൺ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അത് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് ക്രോപ്സ് വേരിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സോയിൽ ടൈപ്പ് ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. മണ്ണിൻ്റെ സ്വഭാവവും കാലാവസ്ഥയും അനുസരിച്ചിട്ടാണ് വിളകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രദേശത്തെ വിളകളെ അടിസ്ഥാനപ്പെടുത്തി അവിടുത്തെ ഫുഡ് ക്രോപ്സ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആഹാര പദാർത്ഥങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റ് പ്രിഫറൻസിനും കൾച്ചറിനും ട്രഡീഷനും ഒക്കെ അനുസരിച്ച് ഫുഡിന് മാറ്റം വരും. ദെൻ കുക്കിംഗ് പ്രാക്ടീസസ് ആർ culinary practices ചേഞ്ച് ഓവർ ടൈം. ചൂളയിൽ നിന്ന് നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റവിലെത്തി, സിൽബേട്ട അല്ല അരകല്ല് മാറ്റി ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഗ്രൈൻഡറാക്കി. ദീസ് ചേഞ്ചസ് ആർ ഡ്യൂ ടു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയങ്ങൾ കേട്ടോ. വൈ ഡു യു തിങ്ക് എ മാരത്തോൺ റണ്ണർ ഡ്രിങ്ക്സ് ഗ്ലൂക്കോസ് വാട്ടർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ റേസ്? ഓട്ടത്തിന് ശേഷം മത്സര ഓട്ടക്കാർ ഗ്ലൂക്കോസ് വാട്ടർ കുടിക്കുന്നതിന് കാരണം എന്താണ്? ഗ്ലൂക്കോസ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് എനർജി. ഗ്ലൂക്കോസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇനിയും നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് എവിടെ നിന്ന് നോക്കാം. ഫ്രം വേർ ഡു വി ഗെറ്റ് കാർബോഹൈഡ്രേറ്റ്? സീരിയൽസ് ലൈക്ക് വീറ്റ്, റൈസ്, മെയ്സ്, അവയല്ല ധാന്യങ്ങൾ, വീറ്റ്, റൈസ് ആൻഡ് മെയ്സിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നു? കാർബോഹൈഡ്രേറ്റ് കിട്ടും. പിന്നെയോ വെജിറ്റബിൾസ് ലൈക്ക് പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോയിൽ നിന്നും സ്വീറ്റ് പൊട്ടറ്റോ അതൊക്കെ വെജിറ്റബിൾസ് അവത്തിൽ നിന്നും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും. ആൻഡ് ഫ്രൂട്ട്സ് ലൈക്ക് ബനാന ആൻഡ് പൈനാപ്പിൾ, പഴങ്ങളാണ്, പഴവർഗ്ഗങ്ങൾ, ബനാനയിൽ നിന്നും പൈനാപ്പിളിൽ നിന്നും ഒക്കെ നമ്മൾ മാംഗോ ആൻഡ് സം ഓഫ് ദ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതിൽ നിന്നെല്ലാം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നു. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഫാറ്റ്? ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗീ ആൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഓയിൽസ് ആർ ഗ്രൂപ്ഡ് അണ്ടർ അനദർ കൈൻഡ് ഓഫ് ഫുഡ് കമ്പോണൻറ്റ് കോൾഡ് ഫാറ്റ്. ഗീയും വേരിയസ് കൈൻഡ്സ് ഓഫ് ഓയിൽസും ദേ ആർ ഗ്രൂപ്ഡ് അണ്ടർ ഫുഡ് കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഫാറ്റ്. വാട്ട് ആർ ദി സോഴ്സ് ഓഫ് ഫാറ്റ്? ഫാറ്റ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സോഴ്സ് ഓഫ് ഫാറ്റ് ക്യാൻ ബി ഫ്രം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ ഒക്കെ കിട്ടും. നട്ട്സ് സച്ച് ആസ് ഗ്രൗണ്ട് നട്ട്സ്, വാൾനട്ട്സ്, കോക്കനട്ട്സ് ആൻഡ് ആൽമണ്ട്സ്. അപ്പോൾ അതെല്ലാം നട്ട്സുകളാണ്. വിത്തുകളായിട്ടുള്ള പംകിൻ സീഡ്സിൽ നിന്നും സൺഫ്ലവർ സീഡ്സിൽ നിന്നും നമുക്ക് എണ്ണ ലഭിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് പ്രൊവൈഡ് അസ് എനർജി. നമുക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെയാണ്. സോ ദേ ആർ കോൾഡ് എനർജി ഗിവിങ് ഫുഡ്സ്. അപ്പോൾ നമ്മളോട് എനർജി ഗിവിങ് ഫുഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് എന്നാണ്. ദെൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആർ ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഫുഡ്. മിൽക്ക് പ്രോഡക്ട്സ്, പൾസസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ മസിൽ ബിൽഡിംഗ് സബ്സ്റ്റൻസസ്. അപ്പോൾ മസിൽ നിർമ്മാണത്തിൽ, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ വസ്തുവാണ് പ്രോട്ടീൻ. അപ്പോൾ മസിലിൻ്റെ നിർമ്മാണത്തിന് പ്രോട്ടീൻ വേണം. പീപ്പിൾ ഗെറ്റ് പ്രോട്ടീൻസ് ഫ്രം പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. സം എക്സലൻറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആർ, പ്രോട്ടീൻ കിട്ടുന്നത് പൾസസ്, ബീൻസ്, പീസ് ആൻഡ് നട്ട്സ്. അത് ഓർത്തോണം. പൾസസിൽ നിന്നും ബീൻസിൽ നിന്നും പീസിൽ നിന്നും നട്ട്സിൽ നിന്നുമാണ് കിട്ടുന്നത്. ഫിഷിൽ നിന്നും മീറ്റിൽ നിന്നും കിട്ടും. എഗ്ഗ്, ഫിഷ്, മീറ്റ് എന്നിവ ആനിമൽ സോഴ്സാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി. Therefore they are called body building foods. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് ദ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഈസ് ദ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് മറുപടി എന്ന ആൻസർ കൊടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഈ പോയിൻറ്റ്സൊക്കെ ഒന്നുകൂടെ നോക്കാമേ. നെയിം സം സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. സീരിയൽസ് ലൈക്ക് വീറ്റ്, റൈസ് ആൻഡ് മെയ്സ്. ധാന്യങ്ങളാവിയൊക്കെ വീറ്റ്, റൈസ്, മെയ്സ്. പിന്നെയോ വെജിറ്റബിൾസ് ലൈക്ക് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അത് ഓർക്കണം. ഫ്രൂട്ട്സ് ലൈക്ക് ബനാന ആൻഡ് പൈനാപ്പിൾ. അത്ര അറിഞ്ഞാൽ മതി. പിന്നെ ട്യൂബർ ലൈക്ക് ടപ്പിയോക്ക, യാമെന്ന് വേണേൽ പറയാം. അത് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. കപ്പയ്ക്ക് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കാച്ചിലും ഉണ്ട്. യാം മീൻസ് കാച്ചിൽ, അതിലും ഉണ്ട് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്. അത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഗ്ലൂക്കോസ് ഗീവ്സ് ഇൻസ്റ്റൻറ്റ് എനർജി. ഡാഷ് ഗീവ്സ് ഇൻസ്റ്റൻറ്റ് എനർജി എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഗീവ്സ് ഇൻസ്റ്റൻറ്റ് എനർജി. അതുകൊണ്ടാണല്ലോ
സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഗ്ലൂക്കോസ് കലക്കി കുടിക്കുന്നത്. ഗ്ലൂക്കോസ് ഈസ് എ ഡാഷ്. ഗ്ലൂക്കോസ് ഈസ് എ കാർബോഹൈഡ്രേറ്റാണ്. കോമൺ ഷുഗർ ഈസ് എ ഡാഷ് എന്ന് കൊടുത്താൽ കോമൺ ഷുഗർ ഈസ് എ കാർബോഹൈഡ്രേറ്റ്. അങ്ങനെ ഫില്ല് ഇൻ ദി ബ്ലാങ്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് മീൻ ബൈ ഫാറ്റ്? Ghee and various kinds of oils are called fat. It is a good source of energy. അത് എഴുതിയിട്ടില്ല, അത് ഓർത്തിരിക്കണം. Ghee and various kinds of oils are called fat. It is a good source of energy. Then, what are the source of fat? From nuts such as coconuts and groundnuts, almonds, walnuts, ആ നട്ട്സിലൊക്കെ ഉണ്ട്. From seeds, sunflower seeds, pumpkin seeds, അതിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന ഫാറ്റ് കിട്ടുന്നുണ്ട്. ഫാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി എന്ന് അറിഞ്ഞിരിക്കണം. ഫാറ്റ് ഗീവ്സ് മോർ എനർജി ദാൻ കാർബോഹൈഡ്രേറ്റ് എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.